ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു ഇത്തിരി ഊർജം വന്നു അല്ലേ? ഒരു ഇത്തിരി ഊർജം വരുമ്പോഴേക്കും തീർച്ചയായിട്ടും എന്താ 2-3 ദിവസമായിട്ട് പ്രാർത്ഥനയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മയ്ക്ക് ദൈവം തന്നൊരു വലിയൊരു സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സംഭവം കൂടിയാണത്. കാരണം നിസ്വാർത്ഥമായുള്ള പ്രാർത്ഥനയൊക്കെ വളരെ കുറവാണ്. അങ്ങനെ നിസ്വാർത്ഥമായൊരു പ്രാർത്ഥനയാണ് എവിടെയോ കിടക്കുന്ന കുറച്ച് ആൾക്കാരെ എവിടെയോ ഉള്ള ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? അവരോട് നന്ദി പറയും. ഊഷാരിൻ്റെ ഒക്കെ ആ പിന്നൊന്നല്ല അല്ല നന്ദി പറയാൻ പാടില്ല. കാരണം എന്താ? അതല്ല, അവനവൻ്റെ ആൾക്കാരും നന്ദി പറയില്ല. നന്ദി പറഞ്ഞ ഒരു അകലം കൂടി പോകുന്ന പറയാ. അങ്ങനെയാണ് ഞാൻ പറയാ കേട്ടോ. അമ്മേൻ്റെ അത്ര ബുദ്ധിയില്ലെങ്കിൽ ഇത്തിരി ബുദ്ധി കൊണ്ട് ഞാൻ പറയണതാണ്. പിന്നെ അമ്മയുടെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കില്ല അമ്മ. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളുണ്ടാക്കിയ ഭക്ഷണം അമ്മയ്ക്ക് ഇഷ്ടമാവണ്ടാണോ എന്താണ്? അവിടെ അടുക്കളയിലും എല്ലാം കയറിയാൽ മതി പറഞ്ഞില്ലേ? അത് സാരല്ല. എന്താ പറയുക, അടുക്കള എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. എന്താ പറയുക, അത് എൻ്റെ സാമ്രാജ്യമാണ്. അതിന് വയ്യാണ്ട് കിടക്കുമ്പോൾ എനിക്ക് അടുക്കളയിൽ തന്നെ ചിന്ത, അയ്യോ അവിടെ എന്താണ് ആ സ്ഥിതി, ഞാൻ എന്ത് ചെയ്യണം. പക്ഷെ അതൊന്നും ഇല്ല, ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ അടുക്കളയിൽ നിന്നിട്ട് ഭർത്താവിനും മക്കൾക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ പാചകം വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാലേ അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരട്ടെ. ചിലർ എഴുതുന്ന കവിതയോട് അവർക്കൊരു താല്പര്യം ഉണ്ടാവും. അതുപോലെയാണ് കലാത്മകമായിട്ട് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ രുചി, ഉപ്പും മുളകും. ഈ കലാത്മകം എന്ന് പറയുന്നത് എന്താ അറിയോ? ഉപ്പും മുളകും ചേരുവകളും മനസ്സും എല്ലാം കൂടി ഉണ്ടാക്കണം. നമ്മുടെ സ്നേഹം വിളമ്പുന്നൊരു സ്ഥലമാണ് അടുക്കള. ഈ അടുക്കളയിൽ നിന്നാണ് കുടുംബത്തിന് ആരോഗ്യവും സ്നേഹവും ഒക്കെ നൽകുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പാചകങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അമ്മയുടെ മനസ്സാണ് അടുക്കളയിൽ കാണുന്നത്, സ്ത്രീകളുടെ മനസ്സാണ്. ശരിക്കും പറഞ്ഞാൽ 4 ദിവസമായി തോന്നുന്നു അല്ലേ? ഇന്നലെ അല്ലേ ആകപ്പം ഒരു മോരുകറി ഉണ്ടാക്കി, ഒരു പപ്പടം ഉണ്ടാക്കി, എത്ര ഉള്ളൂ. അപ്പം എന്താ അറിയോ, നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. നിങ്ങൾ എത്ര പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങളുടെ മുഖത്ത് ആ സംതൃപ്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഭക്ഷണം കിട്ടാത്തതിന്റെ സംതൃപ്തി അല്ല അമ്മ, അമ്മയ്ക്ക് വയ്യല്ലോ എന്ന് വന്നിട്ടുള്ള അസംതൃപ്തിയാണ്, അല്ലാണ്ട് ഭക്ഷണത്തിന്റെ അല്ല. അയ്യോ കഴിക്കുമ്പോൾ അത് പകുതി കഴിച്ചു എന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി കളയുക. അതിപ്പോ എന്താ പറയാ, ഒരാള് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോ വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോ എങ്ങനെ അമ്മ കഴിക്കാൻ പറ്റിയ? അത് കാരണമുണ്ട്. അല്ലാണ്ട് രുചി, പിന്നെ രുചി ഒരു ഭാഗമാണ്, അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ അത് കഴിക്കുന്ന രീതി കാണുമ്പോൾ നമുക്കതൊരു വലിയ സംതൃപ്തിയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുമല്ല, അടുക്കളയിൽ ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അച്ഛനൊന്നും അന്ന് എന്നെ അടുക്കള കയറാനേ സമ്മതിക്കില്ല. എന്നാലും ഞാൻ ചുറ്റിപ്പറ്റി അടുക്കളയിൽ നിൽക്കും, ഓരോരുത്തർ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെയും ജോലിക്കാരായിരുന്നു. അവിടെയും ഞാൻ ഈ അടുക്കളയിൽ വന്നിങ്ങനെ നിൽക്കും, പഠിക്കാനും കാണാനും ഒക്കെ. എനിക്ക് അന്നും അടുക്കളയിലെ കാര്യം ഇഷ്ടമായിരുന്നു. പറയുമ്പോൾ ഒന്നും തൊടിക്കാണ്ട് ഒരു സ്പൂണ് പോലും എടുക്കാൻ സമ്മതിക്കാണ്ടൊക്കെ വളർത്തിയതാണെങ്കിലും കൂടി എനിക്ക് ഈ അടുക്കളയിലെ കാര്യങ്ങളോട് ജന്മന ഉള്ളൊരു ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ടില്ല. അത് ശരിയായിക്കോട്ടെ, അങ്ങനെയാണ്. അപ്പൊ അടുക്കള എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എന്താ പറയുക, ഒരു സാമ്രാജ്യം. എനിക്ക് അവിടെ ഒരു നമ്മള് പൂജാമുറിയിൽ എത്ര ശ്രദ്ധയോടെയാണ് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക, അതേപോലെയാണ് എനിക്ക് സത്യത്തിൽ ഈ അടുക്കളയിൽ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത്തിരി എനിക്കിത് തോന്നിയ ഒന്ന് തലമുറ ഞാൻ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്നിട്ട് അത് മക്കൾക്കും എന്തെങ്കിലും ഒന്നല്ല. ഇപ്പൊ അച്ഛന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മീന് അല്ലേ? ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ചെമ്പല്ലി എന്നാണ് ഇതിന് പറഞ്ഞത്. എന്ത് മീനാന്ന് അറിയില്ല. ഇവിടെ വന്നതാണ്, ആളെന്നെ നേരാക്കി തന്നു, മുറിച്ചും തന്നു. ചെമ്പല്ലി എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെയൊക്കെ എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ എന്താ അറിയില്ല. എനിക്കും വലിയ മീനുകളുടെ പേരൊന്നും, മത്തി, അയില, ചെമ്മീന്, പിന്നെന്താണ് കൂന്തൽ, അങ്ങനെ ചില മീനിൻ്റെ പേരറിയാം. ഇത് അയാൾ പറഞ്ഞു ചെമ്പല്ലിയാണ്. നല്ല മീനാണ്, ദശക്കട്ടിയുള്ള മീനാണ്. അതൊന്നും പോരാത്തതിന് അച്ഛൻ്റെ അടുത്ത് ലിവർ കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവൻ ഈ മീൻ കൂട്ടില്ല. അപ്പൊ കുറച്ച് മത്തി മേടിച്ചു, എന്നിട്ട് അത് മുളക് പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, ഇനിയിപ്പോ അമ്മ അത് കൊണ്ടുവച്ചിട്ടില്ലേ, ഇനിയിപ്പോ മത്തി വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് തന്നെ എടുത്തിട്ട് അച്ഛനെ കൊടുക്കാനാണ് രണ്ടും കൂടി എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. പിന്നെ ലിവർ കൊണ്ടുവരാൻ അയച്ചിട്ടുണ്ട് പറഞ്ഞാൽ അതിന് വേണ്ടി അയച്ചതല്ല, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തയക്കണം. അപ്പൊ ഈ 2-3 ദിവസത്തെ ക്ഷീണൊക്കെ ഒറ്റയടിക്ക് തീർക്കാന്ന് വിചാരിച്ചോ? മക്കളും ഭർത്താവൊക്കെ എന്തായാലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു.
അല്ലാണ്ട് അമ്മ കഴിക്കാറുള്ള അതെന്തറിയോ, അത് വെക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. ഈ മീനൊക്കെ ഈ മീൻ ഇതിപ്പോ വറക്കാം, ചട്ടി ചൂടാൻ വേണ്ടിട്ട്, എന്നിട്ട് വറക്കാം. എന്തെങ്കിലും അടുക്കളയിൽ കയറിയിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അപ്പോഴാണ് ഒരു ആരോഗ്യം വന്ന പോലെയൊക്കെ തോന്നുന്നത്. നിങ്ങൾ വെറുതെ റെസ്റ്റ് എടുക്കുന്ന പറയുമ്പോൾ എനിക്ക് എന്തോ അസുഖം ബാധിച്ച പോലെ തോന്നുന്നു. അത് മാത്രമാണോ? അപ്പൊ കുറച്ച് വൈക്കുന്നു തോന്നുമ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ അതിന് വേണ്ടാന്ന് പറയാം. അല്ല, സത്യത്തിൽ അത് മാത്രമാണോ അപ്പോ? ഇപ്പൊ അമ്മയ്ക്ക് ഇതിലൊന്ന് വരണം, അവരൊന്ന് കാണണം, ആ മെസ്സേജ് ഒന്ന് വായിക്കണം, അങ്ങനെ ഒരു സ്വാർത്ഥതയും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പേരുകൾ പറയുമ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെ പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരിക്കലും ഇത്രയിൽ ഒതുങ്ങുന്നതല്ല. നിങ്ങളിൽ ഓരോരുത്തരും നമുക്ക് അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാണ് അല്ലേ? അപ്പോൾ ഇത് ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനാണ്. ഇതിൽ ഞാൻ എന്ത് മസാല നിർമ്മിക്കുന്നത് പറഞ്ഞാൽ ഉണക്കമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, ഉപ്പ്, ഇത് മഞ്ഞൾ, ഇതും കൂട്ടി അരച്ചതാണ്, പൊടിയല്ല. മുഴുവൻ മുളകൊക്കെ കൂടി അരച്ചു. എന്നിട്ട് അതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇത് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ വെച്ചു. പെട്ടെന്നല്ലേ, അപ്പോൾ 3:45 അരമണിക്കൂറിൽ കൂടുതൽ വെച്ചു. അതിന് എണ്ണ ഒഴിച്ചു. എന്തൊക്കെ ഗുഡ് മോർണിംഗ് പറയണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞ മുളക് മുഴുവൻ മുളകും, ഉപ്പ്, മഞ്ഞള്, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ കുറച്ച് കുരുമുളക്. ഓക്കെ, അത്രയും മസാല ഒരു പെരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ വെളിച്ചെണ്ണ. ഈ മസാല പെരണ്ടി എന്ന് പറയുകയാണോ ശരി, പരട്ടി എന്ന് പറയുകയാണോ ശരി? അപ്പോൾ പെരണ്ടി എന്ന് പറയും കേട്ടോ. അങ്ങനെ പല ഭാഷയിൽ പറയാം. ഒരു പരസ്യം കണ്ടിട്ടില്ലേ, അതുപോലെയാണ്. അങ്ങനെ പരസ്യം കണ്ടിട്ട് പറയണ്ട, അത് ശരിയല്ല. അപ്പോൾ എണ്ണ ഒഴിച്ചു. പിന്നെ അമ്മ, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെന്നല്ല ഈ കാലഘട്ടങ്ങൾ നടന്നു പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കണം. നമ്മൾ എന്നും പറയുകയാണെങ്കിൽ മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നല്ലെങ്കിൽ പണം കൊണ്ട് സമ്പന്നനായിരിക്കണം, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒരു സൊസൈറ്റിയിൽ മാന്യത ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ മാത്രം വിളിച്ചിട്ടാണ് ഒരു വ്യക്തി ഒരു ട്രീറ്റ് കൊടുക്കല്. പിന്നെ ചിലരുണ്ട് അവൻ്റെ പൊങ്ങച്ചങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ചിലരെ വിളിച്ചിട്ട് അത് കാണിച്ച് ഞാൻ ഇങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നൊരു ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ജനങ്ങളുള്ള സമയമാണ് ഇപ്പോൾ. അപ്പം അമ്മ കറിവേപ്പില ചോദിക്കാൻ പോണ കാര്യം എന്താണെന്ന് അതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ. അച്ഛനുള്ളത് മാത്രമേ ഞാൻ വറക്കുള്ളൂ, എനിക്ക് വേണ്ടെന്നല്ല പറഞ്ഞു. അപ്പോൾ അച്ഛനുള്ളത് മാത്രം ഇട്ട് വറക്കാം, ബാക്കി വേണ്ട, ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ആവട്ടെ. ഒരുപാട് ഇതിലിടരുത്, നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുള്ളൂ. ഇനി കുറച്ച് സിം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിപ്പോൾ കാട്ടിക്കൂട്ടരെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, എല്ലാം ഒന്നുമില്ലെങ്കിൽ അമ്മ ഒരു സമ്പന്നയാണെന്ന് വിചാരിച്ചോ. അമ്മേനെക്കാളും താഴ്ന്ന ഒരാളിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ ഉള്ള സമ്പത്തും നമ്മുടെ ഇന്നത്തെ ആ പ്രൗഢിയും കാണിക്കാൻ വേണ്ടി വിരുന്നിന് വിളിക്കുന്ന ചില ആൾക്കാർ, ചില ബന്ധുക്കൾ അങ്ങനെ. എന്നിട്ട് ചില ബന്ധുക്കളുണ്ട് നമ്മളെന്താ പറയുക, നമുക്കെല്ലാം നൽകി എല്ലാം തന്ന് നമ്മൾ വിചാരിക്കും ഇതാണ് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ സ്വർഗ്ഗം എന്ന് വിചാരിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, ഈ ലോകത്തില്ലാത്ത സ്നേഹങ്ങൾ മുഴുവൻ നിങ്ങളോട് പ്രകടിപ്പിക്കും. പക്ഷേ നിങ്ങൾ അവിടുന്ന് പടി ഇറങ്ങിയാൽ നിങ്ങളുടെ കുറ്റം പറയാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് ബന്ധുക്കൾ. ഇതൊക്കെ ഇവർ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അപ്പത്തെ സാഹചര്യത്തിൽ അവരെന്താണെന്ന് മറ്റുള്ളവർ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആണോ അല്ലേ? അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് അറിയില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ആയിട്ടോ എന്നുള്ളതല്ല, പലരുടെ അനുഭവത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇന്നത്തെ സ്നേഹം പ്രകടിപ്പിക്കലെന്ന് പറഞ്ഞാൽ അവനവൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് എന്തുണ്ട് എന്ന് വെച്ചാൽ നമുക്കുള്ളത് നമുക്ക് മാത്രമാണ്, നമുക്ക് മാത്രം അനുഭവിക്കാൻ യോഗമുള്ളൂ. അത് വളരെ ചുരുക്കം ആൾക്കാരിൽ മറ്റുള്ളവർക്കും കൂടി സഹായിക്കുള്ളൂ. അപ്പോൾ ഇതിനെ കാണിക്കാൻ വേണ്ടി മാത്രം ചിലരെ വിരുന്ന് വിളിച്ച് അവർക്കെല്ലാം നൽകി അവർ പോയതിന് ശേഷം അപമാന വാക്കുകൾ പറയുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് ഇന്ന് ബന്ധങ്ങൾക്ക് വിലയില്ലാണ്ടാവുന്നത്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു ബന്ധങ്ങളുടെ ഒരു സുവർണ്ണകാലം. ഇന്ന് ബന്ധങ്ങൾ പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ലെങ്കിൽ ഈക്വൽ ആൻഡ് ഈക്വൽ, അവരാണ് ബന്ധുക്കൾ. അല്ലെങ്കിൽ ഒരുപാട് താഴെയുള്ളവനെ വിളിച്ചിട്ട് എന്താണ് സഹായിച്ചിട്ട് അവർക്ക് ആ സഹായം നൽകിയതിന് ശേഷം ആ സഹായത്തിനെ പറ്റി എണ്ണിപ്പറഞ്ഞാൽ അത് സഹായമാവുമോ? അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് വർഷങ്ങളോളം വിളിക്കാണ്ടിരിക്കുന്ന ബന്ധുക്കൾ, ഒരാപത്ത് വരുമ്പോൾ വിളിക്കാണ്ടിരിക്കുന്ന ബന്ധുക്കൾ. ഇപ്പം അമ്മ നോക്ക്, ഒരു യൂട്യൂബിൽ അമ്മ ഒരു വ്യക്തിയായി മാറി അമ്മേനെ സ്നേഹിക്കാൻ മുഖമറിയാത്ത എത്രയോ പേര് നമ്മുടെ പിന്നമർത്ത് വന്നു. ഇതൊക്കെ ഒരു ദൈവ അനുഗ്രഹം, ദൈവമായി തന്നൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മുടെ എത്രയോ ബന്ധുക്കളെ അകറ്റി നിർത്തിയ ബന്ധുക്കളുണ്ട്. ഇവരൊന്നും നമ്മളെ സ്നേഹിക്കുന്നവരല്ല, കാരണം അവർക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല.
ഈ ലോകത്ത് പ്രകടിപ്പിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കാത്ത സ്നേഹമുണ്ട്. ചിലർ കണ്ടമാനം പ്രകടിപ്പിക്കും, പൊയ് പ്രകടിപ്പിക്കൽ വരില്ല, നുണ പ്രകടനം അഭിനയിച്ച് തകർക്കാൻ കഴിവുള്ള മേടയിൽ അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണും. അവരെ പെട്ടെന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന, ഒരുപാട് സംസാരിച്ച് ഒരാളുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ കഴിവില്ലാത്ത ഒരുപാട് മനഃശുദ്ധിയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ ഇടവന്നോ? ഈ ഒരു പനി വന്നപ്പോഴല്ല ഞാൻ പറയണത്, നമുക്കൊരു അസുഖങ്ങൾ വന്നപ്പോഴും കാര്യങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മൾ ആരെയാണോ കുറച്ചൊന്ന് അകലെ എന്ന് വെച്ചാൽ ഇവരൊന്നും അത്ര സ്നേഹിക്കാൻ യോഗ്യരല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ, അവരായിരുന്നില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യോഗ്യത നേടിയവർ. അപ്പോൾ അതാണ് സ്നേഹം. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനൊരു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന. അസുഖം എന്ന് പറയണത് ആ സുഖമില്ലാത്ത സമയം, അതാണ് അസുഖം. മനസ്സിലായില്ലേ? അസുഖം എന്ന് പറഞ്ഞാൽ എന്താ? സുഖം എന്ന് പറഞ്ഞാൽ സുഖം, അസുഖം എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത സമയം. അതിനെ നമുക്ക് ജീവിതത്തിൽ സുഖമില്ലാത്തൊരു സമയം കൂടി. ആ സുഖമില്ലാത്ത സമയത്ത് ഈ ഒരു ലെസൺ ദൈവം തരുന്നത് എന്തിനാണെന്നറിയോ? അന്നെങ്കിലും നീ മനസ്സിലാക്കണം നിൻ്റെ ആരാന്ന്. നിനക്കൊരു അസുഖം വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ വീഴ്ച. നമ്മുടെ വജ്രവൈഡൂര്യങ്ങളൊക്കെ നമ്മുടെ ലോക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങളതെടുത്ത് ചിലവാക്കും, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പക്ഷേ യഥാർത്ഥ സ്നേഹം നൽകുന്ന വ്യക്തികൾ അവർ മരണത്തിന് ശേഷം ഓർമ്മിക്കപ്പെടും, അല്ലേ? അങ്ങനെ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ അമ്മേനെ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ, അവർ ചിലർ മൺമറിഞ്ഞ് പോയവരുണ്ട്, ചിലർ എപ്പോഴും ജീവനോടെ ഉള്ളവരുണ്ട്, വയസ്സായി അവർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഓമന കുട്ടിയാണ് എൻ്റെ അമ്മ എപ്പോഴും. അത് 100% ഉറപ്പാണ്. അവർ കാണുമ്പോൾ കാണിക്കുന്നതും ഫോൺ വിളിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കുന്നതും ആ സ്നേഹം കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും സ്നേഹം നൽകുന്നത് ഇന്നും ഉണ്ട്. ചെറുത് മൺമറിഞ്ഞ് പോയി ആ സ്നേഹത്തിൻ്റെ അന്നത്തെ ഓർമ്മകൾ. കാരണം ഇന്നത്തെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ അത്ര നല്ല ഓർമ്മകളൊന്നും ആർക്കും ഉണ്ടാവാൻ വഴിയില്ല. ഈ നമുക്കോ അടുത്ത വീട്ടുകാർക്കോ അപ്പുറത്തെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഒരാൾക്കും ഉണ്ടാവാൻ വഴിയില്ല. ഇന്നത്തെ സ്നേഹം മുഴുവൻ കപടമായ സ്നേഹമാണ്, പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്. ഈ ബന്ധുക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ സ്നേഹമല്ല, അത് ആത്മാർത്ഥതമാണ്. അന്നും ഇന്നും അതിനൊരു കളങ്കം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹം കാണിച്ച ആ കാലത്തെ ബന്ധുക്കളുടെ സ്നേഹം, ആ സുവർണ്ണ നിമിഷങ്ങളില്ലേ, ഏറ്റവും ഗോൾഡൻ പീരീഡ് ഓഫ് ലൈഫ് എന്ന് പറയും. അതൊന്ന് നമ്മൾ ബാല്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരിക്കും. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ചെറിയച്ഛന്ന് വിളിച്ച ചെറിയച്ഛനായിരുന്നു, അമ്മാവെന്ന് വിളിച്ച അമ്മാവനായിരുന്നു, കൂടപ്പറപ്പ് എന്ന് പറഞ്ഞാൽ കൂടപ്പറപ്പായിരുന്നു. ആ സ്നേഹബന്ധങ്ങൾ തുളുമ്പി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സത്യസന്ധമായ മനുഷ്യൻ്റെ കുറച്ച് കാലം, നമ്മുടെയൊക്കെ ബാല്യകാലം. അതിൻ്റെ ഒരു നല്ല ഓർമ്മകൾ ഒരു 2 വാക്കുകൊണ്ട് പറയാൻ പറ്റും. ഒരു 2 വാക്കല്ല, ഒരുപാടുണ്ട്. എന്നാലും അത്രയ്ക്കൊന്നും സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അന്ന് ഞങ്ങൾ ഭയങ്കര സമ്പന്നതയിലൊക്കെ അല്ലേ. അപ്പോൾ എൻ്റെ നമ്മുടെ കുടുംബമാണെങ്കിലും അത്ര വലിയ നിലയിലുള്ള ആൾക്കാരൊന്നുമല്ല. അച്ഛൻ്റെ കുടുംബത്തിലും അങ്ങനെയാണ്. അപ്പോൾ അച്ഛനാണ് അവർക്ക് എല്ലാവർക്കും ഏതാണ്ട് ആൾക്കാർ. എൻ്റെ മാമൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2 മാമന്മാർ, ചന്ദ്രൻ എന്ന് പറയും ഒരു മാമൻ രാമകൃഷ്ണൻ മാമൻ, പിന്നെ ഗംഗാധരൻ ചെറിയച്ഛൻ, കുമാരൻ ചെറിയച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ കല്യാണം പോലും കഴിച്ചു കൊടുത്ത് എല്ലാ ജീവിത സൗകര്യങ്ങൾ അച്ഛന് കഴിയുന്ന വിധത്തിനൊക്കെ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിൻ്റെ, ഞങ്ങൾ ടൗണിലാണ്, അവർ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്രാമപ്രദേശത്ത് പോയി. അതായത് അവിടെ എസ്റ്റേറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ എസ്റ്റേറ്റിൽ റൈറ്ററും അങ്ങനെയുള്ള ജോലികൾ ആയി. അവർക്ക് ജോലി അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുമല്ലോ. അവർ ജീവിതമൊക്കെ ആക്കി കൊടുത്ത് അത്യാവശ്യമൊക്കെ ജീവിക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം അവരൊരു ജീവിതത്തിലേക്ക് പോയില്ലേ. അപ്പം അങ്ങനെ എസ്റ്റേറ്റിലൊക്കെ അന്ന് നല്ല ജോലിയൊക്കെ കിട്ടും. എസ്റ്റേറ്റിൽ ഇതായിട്ടില്ല. അപ്പം എസ്റ്റേറ്റിലൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടും. അപ്പം അവർ അങ്ങനെ എസ്റ്റേറ്റിലൊക്കെ ജോലിയൊക്കെ ആയി അവിടെ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം 15 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. എസ്റ്റേറ്റൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളുടെ 2 ചെറിയച്ഛന്മാർ, ഒരു മാമനൊക്കെ. അത് ആദ്യം അവർ ഇവിടെ കേരളത്തിലായിരുന്നു, മാമൻ കൊടുകിലായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും അച്ഛനിരിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്തിൻ്റെ ഒരു സഹായത്തിന് ഏട്ടനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരെല്ലാവരും അവിടെ. അപ്പോൾ അവരവിടെ താമസിക്കുകയാണ്. ആ ഗ്രാമത്തിൽ എസ്റ്റേറ്റിലൊക്കെ ഓരോരോ ജോലിയാണ് ഓരോരുത്തർക്ക്. അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാ ബുധനാഴ്ചകളിലും അവർ ഞങ്ങളുടെ വീട്ടിൽ വരും. എന്നിട്ട് അവിടുന്ന് അമ്മയും അച്ഛനൊക്കെ അവർ ആവശ്യത്തിന് ബുധനാഴ്ചകൾ വരിക എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസമാണ് മാർക്കറ്റ്. അവിടെ വലിയ മാർക്കറ്റാണ്. അപ്പൊ അവിടെ എല്ലാം കുറഞ്ഞ വിലക്ക് കൃഷിക്കാരൊക്കെ കൊണ്ടുവന്ന് നേരിട്ട് സാധനങ്ങൾ കൊടുക്കും. അപ്പൊ ഈ കടയിൽ വാങ്ങിക്കുന്നേക്കാളും കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കിട്ടും. ഇപ്പൊ കടയിൽ ഒരു 50 അന്നൊക്കെ കുറച്ചല്ലല്ലോ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാത്രമല്ല, നാളികേരം, വെളിച്ചെണ്ണ, എല്ലാം അരി സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ടാവും. പക്ഷെ അത് ഈ കടയിൽ ഉള്ളതിനേക്കാളും പകുതി വിലക്ക് അത് കിട്ടും അന്നൊരു ദിവസം ബുധനാഴ്ച. അപ്പോൾ അവരെല്ലാവരും വരും. ആ ദിവസം ഞങ്ങളുടെ വീട്ടിലാണ് എല്ലാവരും ഊണ് കഴിക്കലും ഒക്കെ. അപ്പോൾ അവിടെ വല്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും അമ്മയും അച്ഛനും പരിഹരിച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കും അവർക്ക്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരങ്ങനെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് അവരുടെ വീട്ടിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ്. എന്താ പറഞ്ഞാൽ അവരുടെ ഒരു ജീവിത രീതിയില്ലേ,
അവിടെ പോയി ജീവിക്കാൻ എസ്റ്റേറ്റ്, അതിൻ്റെ ഉള്ളിലൊരു വീട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വെക്കേഷനൊക്കെ ആകുമ്പോൾ അച്ഛനോടൊക്കെ വരുമ്പോൾ അച്ഛനാണെങ്കിൽ ഞങ്ങളുടെ മക്കളെ എവിടേക്ക് അയക്കുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. എന്താ പറയുക, അച്ഛന് വീട്ടിൽ വന്ന മക്കളെയൊക്കെ കാണുമ്പോൾ അവർ കല എന്നുള്ള അല്ലെങ്കിൽ അച്ഛനൊരു സമാധാനമില്ല. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുതിർന്നവർ കുറച്ച് ചെറിയ കുട്ടികളെല്ലാം അയക്കില്ല. അപ്പം ഞങ്ങൾ ഒരുപാട് വാശി കൊടുക്കും. അച്ഛൻ ഒരു ദിവസം പോയിട്ട് വരട്ടെ, അമ്മ സമ്മതിക്കും, അച്ഛൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് അച്ഛനെ മക്കളെ വിട്ട് ഇരിക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഒരു ദിവസം പോട്ടെ. അപ്പോൾ അവരോട് പറയും, കൂട്ടിക്കൊണ്ടുപോയി നന്നായി നോക്കണം, സൂക്ഷിക്കണം കേട്ടോ, ഭയങ്കര വികൃതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് 100 ഉപദേശങ്ങൾ കൊടുത്തിട്ട് വിടും. നാളെ അങ്ങോട്ട് വന്നോളണം പറയും. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും പോവുക, ഒരു 11 മണിയൊക്കെ ആവുമ്പോൾ. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ സമയമാകുമ്പോൾ ഇവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുക. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വരാനേ തോന്നില്ല. ആ തോട്ടൊക്കെ ചുറ്റിയടിച്ച് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി പിന്നെ അവർ നോക്കുന്ന രീതി ഉണ്ടല്ലോ, എന്തൊക്കെയാ തിരണ്ട്, അങ്ങനെ ഒരു ഇതാണ് അവർക്ക്. അതിഷ്ടം ഇതിഷ്ടം അത് ഇത് എല്ലാം കൊണ്ടൊന്ന് തിരഞ്ഞും അവരുടെ സ്നേഹം, അവർ നോക്കുന്ന രീതി, ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ആ ചുറ്റുവട്ടമൊക്കെ ഗ്രാമല്ലേ, നമ്മുടെ ടൗണിലല്ലേ, അതൊക്കെ കാണുമ്പോൾ ഈ നാരങ്ങയ്ക്ക് ഇങ്ങനെ എസ്റ്റേറ്റിലേ മരങ്ങൾ നിറയെ എസ്റ്റേറ്റ് കാപ്പിയല്ലേ, ആ കാപ്പി എസ്റ്റേറ്റിന്റെ മുഴുവൻ നിഴലിന് വേണ്ടി നാരങ്ങയല്ലേ, അതൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുമ്പോൾ നമുക്ക് വെറുതെ പൊട്ടിക്കുക, കളയുക, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ അവിടെയൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ അവിടെ അതുപോലെ ഭക്ഷണങ്ങൾ എന്ത് തന്നാലും ഒരാളുടെ വീട്ടില് ഒരു നേരം നിന്ന് അപ്പളേക്കും വരും. ഇനിയിപ്പോൾ ഇവിടെ നിന്നില്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് വന്നാൽ മതി, ഒരു ചെറിയച്ഛൻ വന്നു, അപ്പോഴേക്കും മറ്റേ ചെറിയ ഗംഗാചരച്ചൻ വരും. അതെ ഇനി മതി, ഇനി അവിടെ എൻ്റെ വീട്ടിൽ വരണ്ടേ, അങ്ങനെ പിടിയും വലിയാണ് കേട്ടോ. പിന്നെ അവരുടെ ആ പെരുമാറ്റം ദിവസങ്ങൾ കഴിയണത് അറിയണ്ടാവില്ല. അറിയില്ല, ഞങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാൻ. നിങ്ങൾ പോയത് ഇന്നലെ പോയിട്ട് ഇന്ന് വരാം. അപ്പോ പിന്നെ അവര് അച്ഛനെ അയക്കും ആരെങ്കിലും കേട്ടോ, കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അയക്കുമ്പോഴും അവർ തിരിച്ചു പോകും, ഞങ്ങൾ നാളെ വരാമെന്ന് പറയുന്നത്. അവിടെ പോയിട്ട് ചീത്ത കേൾക്കുന്ന ഒന്നും പേടിയില്ല എന്ന്. അയ്യോ അച്ഛനല്ലേ, അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കും. പിന്നെ അവസാനം ചിലപ്പോൾ അച്ഛൻ തന്നെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കള് വരില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ വലിയ ചിലപ്പോൾ അച്ഛനെ നേരിട്ട് വരും. അച്ഛൻ അത്രയും തിരക്കുള്ള ആളാണ്. എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇനി ഒരു ദിവസം ഞാൻ എവിടേക്ക് അയക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടി കൊണ്ടുപോകാം. പിന്നെയും ഞങ്ങൾ വാശി പിടിക്കുന്നു, അവിടേക്ക് പോകും. ഭയങ്കര ഏറ്റവും കൂടുതൽ നിങ്ങൾ അവിടേക്ക് പോകാൻ താല്പര്യപ്പെടാൻ തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു? അല്ല അതിനൊന്നല്ല. എന്താ പറയുക, അവിടുത്തെ ഈ ചോദിച്ചാ അല്ല, അമ്മ വെറും ഓറഞ്ചിന്റെയും ഫുഡിന്റെ കാര്യം മാത്രം പറയാം. ഞാൻ ചോദിക്കണത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ കാണുന്ന ബന്ധുക്കളും അന്നത്തെ ബന്ധുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ, ഇല്ലായ്മയും കൊണ്ട് നുള്ളിപ്പെറുക്കി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പ്രശ്നം തരാം. അതാണ് അവരുടെ സ്നേഹം. അപ്പൊ അവരെന്താ പറഞ്ഞാൽ അവരുടെ അടുത്ത് ഇത്രയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് അന്നത്തെ ചെലവും കാര്യങ്ങളും കഴിഞ്ഞു പോകുന്ന ആൾക്കാരായിരിക്കും. ഭക്ഷണേ വേണ്ട എന്നിട്ട് പറഞ്ഞു, അയ്യോ ഈ കുട്ടികൾ എന്താണ് ഒന്നും കഴിക്കില്ലല്ലോ എന്ന് പറയും. ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല. പിന്നെ വേറൊന്നുണ്ട് നമ്മുടെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. അവരൊക്കെ ലീവ് എടുക്കും, ഒരു എസ്റ്റേറ്റിലേക്ക് പോകില്ല, എവിടെയും പോകില്ല, നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ നാട് ചുറ്റി തന്നെ ആയിരിക്കും പണി. പക്ഷെ ഓരോ ദിവസം അവർ പോയില്ലെങ്കിലും നടത്തിയിടാണ് അല്ലേ, പോയില്ലെങ്കിൽ അവർക്ക് എത്ര നഷ്ടമാണ് നമുക്കറിയോ. അവർക്ക് പണിക്കാരെ കണക്കെടുക്കാൻ എന്തൊക്കെയുണ്ട്. അപ്പൊ അവര് അവിടെ പണിക്കാരുടെ ജോലിയില്ലേ, കാപ്പിയൊക്കെ അളക്കണം. അവർക്ക് ഇത്തരത്തിലെന്ന് കാപ്പിയൊക്കെ പണിക്കില്ലേ, അതാണ് അളക്കല് കണക്കൂട്ടലൊക്കെ ചെയ്യണവര്. എന്തോരം ബുദ്ധിമുട്ടുകൾ ബാക്കി വെച്ചിട്ടാണ് അവര്. ബുദ്ധിമുട്ടാ. എന്നാലും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോകാണ്ട് ലീവ് എടുത്ത് അവരോട് പറഞ്ഞ് നടക്കാൻ വരിക. അപ്പൊ അങ്ങനെ അവിടെ പോയാൽ ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും വേണ്ട. കാരണം എന്താ പറഞ്ഞാ, നമ്മൾ പോയതും വയറു നിലത്ത് തിന്നാൻ തരാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവർ നൽകുന്ന സ്നേഹമാണ്. അവൻ്റെ കണ്ണിൽ എന്ത് തന്നാലും മതിയാവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് പോയി പറഞ്ഞിട്ടല്ല നിങ്ങളത് ചെയ്യണത്. അപ്പൊ വാരിത്തരും. ഇതൊക്കെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയ്യോ അതുകൊണ്ടൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ടായിട്ടാണെന്ന് പറയും. എന്നിട്ട് ഓടുക അങ്ങനെ. എന്നിട്ട് അവർക്കൊരു സങ്കടമുണ്ട്, ഞാനിവിടെ നോക്കിയത് പോലെ കുറവായോ, എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടാവും. അവരെന്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുമ്പോഴും നമുക്ക് വേണ്ട. ഈ കളിക്കലും അത് കാണാനും പിന്നെ അമ്മ പറഞ്ഞിട്ടില്ലേ,
ചെറിയച്ഛ നമുക്ക് ഇവിടെ പോവാം. ആ ചെറിയച്ഛൻ്റെ കയ്യും പിടിച്ച് ഓടലും ചാടലും ഇതന്നെ. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല ഇറങ്ങണ സമയത്ത് മക്കളെ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മക്കളെ വന്നിട്ട് കണ്ണു നിറയും പറഞ്ഞില്ല. അങ്ങനെയല്ല, മക്കളിവിടെ വന്നിട്ട് ഞങ്ങൾ എന്തുണ്ടാക്കിയിട്ട് ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെയായി അവിടെ പോകുമ്പോൾ ക്ഷീണം തോന്നുന്നു. ഏട്ടൻ പറയും എന്താ എൻ്റെ മക്കളെ ക്ഷീണിച്ചെന്ന് പറയില്ലേ, ഏർത്തിയൊക്കെ അങ്ങനെ വിചാരിക്കില്ലേ, നിങ്ങൾ ഒന്നും കഴിക്കില്ലല്ലോ മക്കളെ, കുറച്ച് കണ്ണിൽ വെള്ളം നിറയ്ക്കും. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടേ. അതുപോലെ തന്നെ അമ്മയുടെ ഒരു ചെറിയമ്മയുടെ ഭർത്താവ് ചെറിയച്ഛൻ, പിന്നെ അത് പറയാൻ പറയണ്ട, ഗോപാലൻ ചെറിയച്ഛൻ എന്ന് പറയും. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണ് കേട്ടോ. അപ്പൊ ആ ആളെങ്ങനെ അറിയോ, ചെറുപ്പം തൊട്ടേ ആൾക്ക് എന്നും അവർക്ക് 3 പെണ്ണും ഒരാണും 4 മക്കളുണ്ട്. പക്ഷെ ആ ചെറിയച്ഛന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയച്ഛൻ എന്താ പറയുക, ഞാൻ ആദ്യം കണ്ട കുട്ടിയാണ്. അതായത് അമ്മയല്ലേ മൂത്തത്, ആദ്യത്തെ കുട്ടിയല്ലേ ഞാൻ കുടുംബത്തില് ആദ്യം കണ്ട കുട്ടിയാണ്. അവിടെ കഴിച്ചിട്ടാണ് എനിക്ക് മൂത്ത മകളായിട്ട് അന്ന് തന്നെ അംഗീകരിച്ചു. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ചിലപ്പോൾ 15 ദിവസം ഒരിക്കലൊക്കെ ചെറിയച്ഛൻ ജോലി സ്ഥലത്ത് നിന്ന് വരുള്ളൂ. പക്ഷെ അന്ന് വന്ന ജോലി സ്ഥലത്ത് നിന്ന് വന്ന് കുടി കഴിഞ്ഞതോ വേഗം ഇറങ്ങും. എന്നിട്ട് അവരുടെ മക്കൾക്കൊന്നും ഒന്നും കൊണ്ടേ കൊടുക്കില്ല അത്ര ചെറിയമ്മ പറയാ. എന്നിട്ട് നേരെ കുളി കഴിഞ്ഞ് എവിടേക്കാ നിങ്ങള്, ഞാനേ എൻ്റെ അമ്മൂനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ പറയും. അത് ശരി, നിങ്ങൾക്ക് അപ്പം ഇവിടുത്തെ കുട്ടികളെ ഒന്നും കാണണ്ടേ, അമ്മൂനെ കാണാൻ ഓടുന്നുണ്ട്. ഫ്രിഡ്ജ് പിടിച്ചിട്ട് കണ്ട് ചെറിയമ്മ ചിരിക്കും. എന്നിട്ട് വരുമ്പോ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എള്ളുണ്ട, റവ, പിന്നെ കുറെ സാധനങ്ങളുണ്ട് അവിടുത്തെ, അതിന്റെ പേരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഒരു വലിയ പൊതിയായിട്ട് വരും. വന്നിട്ട് അമ്മൂന്നും പറഞ്ഞ് ഞാൻ മുകളിലത്തെ മുറിയിലായിരിക്കും. അപ്പൊ വിളിച്ച് അത് എൻ്റെ കയ്യിൽ തരും. പറയുമ്പോ എത്ര പിള്ളേരുണ്ടറിയോ ഞങ്ങളുടെ വീട്ടിൽ, അത്രയും മക്കളും ചെറിയ വലിയ മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്ന് എൻ്റെ കയ്യിൽ തന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച്, പിന്നെ അമ്മ പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് അതുവരെ എൻ്റെ അടുത്ത് ആ ജോലി സ്ഥലത്തെ വിശേഷം അത് ഇതൊക്കെ ചെറിയ കുട്ടികളിൽ എന്നോടൊക്കെ പറഞ്ഞ് അത്രയും സ്നേഹം. എൻ്റെ കല്യാണം കഴിയുന്ന വരെ അത് ഒരാഴ്ച പോലും തെറ്റിച്ചിട്ടില്ല. ആ സാധനം കൊണ്ടുതരണ്ടോ ഒന്നും തെറ്റിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലുണ്ടാവില്ലേ ആ സമയത്തും അത് തെറ്റിച്ചിട്ടില്ല അത്. പക്ഷെ അവരുടെ മക്കൾക്ക് ഇതേവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. അത്രയും സ്നേഹമായിരുന്നു. ആദ്യം കയ്യിലെടുത്ത കുട്ടി, ആദ്യം കണ്ട കുട്ടി, അപ്പൊ ആ കുട്ടീനോട് പ്രത്യേക വാത്സല്യം ഉണ്ടാവും. സ്നേഹം എല്ലാവർക്കും, എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. എന്റെ മാമന്മാരൊക്കെ ഇപ്പോഴും എന്നെ ഇങ്ങനെ കണ്ട വേഗം ചെറിയ കുട്ടി, നീ കണ്ടില്ലേ അന്ന് ഞങ്ങൾ പോയപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ചെറിയൊരു കുട്ടീനെ പോലെ കൊണ്ടുപോകണം, നീ കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ കുട്ടിയാന്നുള്ളത് ഓർമ്മ. അതാണ് ഇപ്പോഴും മാമ വിളിക്കില്ലേ, വിളിക്കുമ്പോ എന്ത് സ്നേഹത്തിൽ. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രകൃതി പോലും മനുഷ്യൻ പോലെ തന്നെയായിരുന്നു. അന്നത്തെ സ്നേഹം എന്ന് പറയുന്നത്. നീ ഇപ്പൊ ഇടയ്ക്ക് കഴിയാക്കില്ലേ മാമനെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോ, രാമകൃഷ്ണ മാമനെ സംസാരിക്കുമ്പോ മാമാന്ന് വിളിക്കുമ്പോ അയ്യോ ഈ അമ്മ മാമാന്ന് വിളിക്കുമ്പോ ഒരു 5 വയസ്സായ കുട്ടിയാവുകയാണ് നീ പറയാനുണ്ടല്ലോ. എന്തുകൊണ്ട് അത് ആ സ്നേഹം അന്ന് തൊട്ട് ഇന്നേ വരെ ആ സ്നേഹം. അങ്ങനെ ചില സ്നേഹങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അത് മറക്കാനേ പറ്റില്ല. അച്ഛനും അമ്മ മാത്രം. അല്ല, എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്നേഹം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം പറഞ്ഞാൽ അതിന് ചെറിയൊരു ഉദാഹരണം ഉണ്ട്. എന്താ അറിയോ, ആത്മാർത്ഥമായി നമ്മൾ എന്ത് കാണിച്ചാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയില്ല. നമ്മുടെ മരണം വരെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും. അത് നമ്മൾ കപടമായ ഒരാളിനെ നമ്മൾ സ്നേഹിച്ചാലും ഒരാളെ നമ്മളെ സ്നേഹിച്ചാലും അത് ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മാഞ്ഞു പോകും അല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളും അതല്ല ഞാൻ പറയണത്. കപടമായ സ്നേഹം ഒരാളെ നമ്മളോട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവരോട് സ്നേഹം വരില്ല. അതുപോലെ എന്തിനോ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന സാമ്പാർ പറയുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ നല്ല ലോകത്തെ ഒരാളുടെ മനസ്സിൽ നിലനിൽക്കില്ല. ഇപ്പം ഇതിൽ അമ്മ പറഞ്ഞ ചെറിയച്ഛൻ ജീവനോടെ ഇല്ല, കുമാര ചെറിയച്ഛൻ ജീവനോടെ ഇല്ല, ഗംഗാധര ചെറിയച്ഛൻ ജീവനോടെ ഇല്ല, രാമകൃഷ്ണ മാമനുണ്ട്, അങ്ങനെ കുറച്ച് പേര് മാത്രമേ അപ്പോൾ ഉള്ളൂ. അപ്പോൾ ആ മൺമറഞ്ഞ് പോയവരെയും ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ വ്യക്തി ഇന്ന് ഈ നിമിഷത്ത് ഓർക്കാൻ കാരണം എന്താണ്? അതുപോലെ രാമകൃഷ്ണ മാമന്റെ അമ്മായില്ലേ ഭാര്യ, അവര് ഒരു കൽത്തപ്പുണ്ടാക്കും. ഈ എന്താണ് ഇതില് നമ്മുടെ വെള്ളരിക്കയില്ലേ, വെള്ളരിക്കയല്ല കക്കിരിക്കാന്ന് പറയും, അതിടും. അത് അവിടത്തെ ഒരു കക്കിരിക്കുണ്ട്, വലിയ വലിയ കക്കിരിക്ക, അതിട്ടിട്ട് ഒരു കൽത്തപ്പുണ്ടാക്കും. അതിന്റെ ഒരു മണോ രുചി ഉണ്ടല്ലോ. എനിക്കറിയില്ല, ഞാൻ എത്രയോ പ്രാവശ്യം അത് ചോദിച്ചു. ആ കക്കിരിക്ക ഇവിടെ കിട്ടൂല, പക്ഷെ എന്നാലും അത് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എത്ര ഉണ്ടാക്കിയാലും അതുപോലെ ആവുകയില്ല. അത്രയും ഞാൻ എപ്പോഴും പറയും അമ്മായിയുടെ കൽത്തപ്പം എന്ന് പറയും. അപ്പൊ അമ്മായി ചിരിക്കും, എന്താ ചെയ്യാ മോളെ നീ ഇവിടെ എന്നിട്ടല്ലോ കഴിക്കാന്ന്. അപ്പോൾ അന്നത്തെ ഒരു സ്നേഹം ഇന്നും മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ കാരണം എന്താ? കപടമില്ലാത്ത സ്നേഹങ്ങളായിരുന്നു, ഒന്നും പ്രതീക്ഷയുള്ള സ്നേഹങ്ങൾ. ചില സ്നേഹബന്ധങ്ങളുണ്ട്, എങ്ങനെ അറിയോ,
അയ്യോ ഇത് വേണമല്ലോ, ഇത് ഇങ്ങനത്തെ ബന്ധമാണല്ലോ, ഇത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു കൊണ്ടു കിടക്കുന്നത്, എന്തോ ഒരു ഭാരം പോലെ കൊണ്ടു കിടക്കുന്ന ചില ആൾക്കാർ. പിന്നെ ചില സ്നേഹങ്ങളുണ്ട് അവിടെ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമില്ല, എന്നാൽ പോകാനൊരു മനസ്സുമില്ല. അതൊക്കെ വരാൻ കാരണം എന്താണ്? അതന്നെ, കപടമായ സ്നേഹം, ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം അല്ലാത്തത് കൊണ്ട് ഒരു കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ കഴിയുമ്പോഴേക്കും എന്തിന് നമ്മുടെ ആയുസ്സിന് കഴിഞ്ഞു പോകാൻ അവസാന നിമിഷം വരെയും ഇവൻ്റെയൊക്കെ പേരുകൾ, ഇവൻ്റെ ആ സ്നേഹങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? പച്ചമുളക് ഇങ്ങനെ അപ്പം എന്താ പറയുക, ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ല അവിട, പിന്നെ കുറച്ചും കൂടി മല്ലിയില അല്ല കറിവേപ്പില. അപ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് സമ്പന്നതയോടുകൂടി സ്നേഹിച്ചവരുണ്ട്, സമ്പന്നതയോടുകൂടി സ്നേഹിച്ചവരുണ്ട്. അവർ ഒരുപാട് നമുക്ക് ഗിഫ്റ്റുകൾ വാങ്ങിയിട്ട് അതിനേക്കാളും കൂടുതൽ നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിൽ കൊണ്ടു കിടക്കുന്നത്? കാരണം ഈ സ്നേഹത്തിൽ ഒരു നിഷ്കളങ്കതയുണ്ട്. ഒരു മകളിനെ സ്നേഹിക്കും പോലെ ആ സ്നേഹം ഒന്ന് കണക്ക് ഇന്നത്തെ ഒരു ജനറേഷനിൽ എവിടെ പോയി എന്ന് തിരയേണ്ടി വരും അല്ലേ? ഇന്നില്ല. ഇന്ന് എന്തോ ഒരു ബന്ധു എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് ഗസ്റ്റ് വീട്ടിലേക്ക് വന്നു, അവനെ നോക്കി അയച്ചെന്ന് ഒരു VIP കൊടുത്തു. ഒരു പാവപ്പെട്ടവൻ വന്നു കഴിഞ്ഞാൽ അവനോടുള്ളൊരു മുഷൽ അവൻ്റെ മുഖത്ത് അറിയാണ്ട് അവർ കാണിച്ചു പോകും. ഇങ്ങനെയുള്ള സ്നേഹം അല്ലാണ്ട് ആത്മാർത്ഥമുള്ള സ്നേഹം എവിടെ ഉള്ളത്? അപ്പം അങ്ങനെ ആത്മാർത്ഥമുള്ള സ്നേഹങ്ങൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ അവരിൻ്റെ എന്തെങ്കിലും ആർഭാടങ്ങൾ നമ്മളെ കാണിക്കണം, അതിനുള്ള സ്നേഹമായിരിക്കും. ഒന്ന് ഇല്ലായ്മ, ഒന്ന് ഉണ്ട് എന്നുള്ള അഹങ്കാരം. ഇത് രണ്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? സ്വാർത്ഥത തന്നെയാണ്. അപ്പോൾ ഈ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം മാത്രം അന്നുള്ളൂ. ഇന്ന് അതല്ലാത്തൊരു സ്നേഹം ആർക്ക് പ്രകടിപ്പിക്കാനും ഇല്ല, കാണിക്കാനും ഇല്ല. അതുകൊണ്ട് എന്തായി, 80% ആൾക്കാരും ബന്ധുവീട്ടുകൾ പറഞ്ഞൊരു അകലം വെച്ചെടുക്കുകയാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വല്ല കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല വിശേഷങ്ങളുണ്ടെങ്കിൽ മാത്രം പോകാൻ ഒരു ജനറേഷൻ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാൻ കാരണം സ്നേഹമില്ലായ്മ തന്നെയാണ് അല്ലേ? ആ സ്നേഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും മാഞ്ഞു പോവില്ല. അവർ മൺമറിഞ്ഞു പോയിട്ട് വർഷങ്ങൾ എത്രയായി, എന്നിട്ടും അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇത്ര നന്നായി സൂക്ഷിച്ച് വെക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സെന്ന ലോക്കനുള്ളിൽ എന്നും പൂട്ടി വയ്ക്കണം. എന്നും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ പുഞ്ചിരിച്ചു പോകുന്ന നമ്മുടെ സ്വപ്നങ്ങളിൽ എന്നും വീണ്ടും വീണ്ടും ജനിക്കണം, വീണ്ടും വീണ്ടും ഈ ബന്ധുക്കളുടെ ഇതൊക്കെ നമ്മൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന സ്നേഹം ഇന്ന് കൊടുത്താലും നിലനിൽക്കും. പക്ഷേ ആത്മാർത്ഥമായിട്ട് നൽകണം. ആത്മാർത്ഥമായിട്ട് സ്നേഹം നൽകിയ ആ ഒരു ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എന്നും നമുക്ക് വേണ്ടി ഉണ്ടാവും, നമ്മൾ അവരെ ഓർക്കും. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ബന്ധുക്കൾ തന്നെയാണ് അല്ലേ? ഇത് ബന്ധുക്കൾക്കുള്ള ഒരു സന്ദേശം. എന്തുകൊണ്ടാണ് അമ്മാവൻ, ചെറിയച്ഛൻ, അമ്മായി ഇങ്ങനെയുള്ള ബന്ധുക്കൾക്കൊന്നൊരു സ്ഥാനം ഇല്ലാതെ എല്ലാം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിങ്ങളുടെ സ്ഥാനം നിങ്ങളും മറക്കണു, അവൻ്റെ സ്ഥാനം അവരും മറക്കണു. അപ്പോൾ ഇനിയൊരു തലമുറ ഉണ്ടാവുകയാണെങ്കിൽ ഈ അച്ഛനും അമ്മ എന്നുള്ളൊരു ബന്ധം അല്ലാതെ വേറൊരു ബന്ധം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബന്ധങ്ങൾ പരസ്പരം തീർച്ചയായിട്ടും സ്നേഹിച്ച് മുന്നോട്ട് പോകണം അല്ലേ? അച്ഛനമ്മ മാത്രമല്ല, ഇപ്പൊ കണ്ടില്ലേ, ചെറിയച്ഛൻ, ചെറിയമ്മ, അമ്മായി, അങ്ങനെ എല്ലാ ബന്ധങ്ങളും നമ്മൾ അന്നത്തെ ആ ബന്ധങ്ങളെ ഓർക്കുന്നുണ്ട്. അതേപോലെ എന്തുകൊണ്ട് ഇനി ആയിക്കൂടാ? അതെ, ഈ കപടമായ സ്നേഹം ഒന്ന് മാറ്റി വെച്ചിട്ട് എന്തായാലും നിങ്ങളൊരു സ്നേഹം നൽകും. ഒരു 5 മിനിറ്റിൻ്റെ അല്ല നിങ്ങൾ എന്തായാലും 1-2 ദിവസം ഒരു ബന്ധുവിനെ വിളിക്കുമ്പോൾ ആ സ്നേഹം നിങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് നൽകുക. നിങ്ങൾ കൊടുത്തതിനൊരു വില ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതെ, അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഓർമ്മകൾ നമ്മുടെ കണ്ണു നിറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വർത്തമാനങ്ങളുടെ ഈ പഴയ കാലത്തേക്ക് അമ്മ തിരിച്ചു കൊണ്ടുപോയത്, അമ്മ വേർത്ത് കുടിച്ചൊരു ഊർജ്ജം അമ്മയ്ക്ക് വരും. വന്നോ, ഒരു എവിടുന്നോ ഉള്ളുന്നൊരു ഉൾക്കരുത്ത് വന്നോ? അതൊക്കെ ഉണ്ട്. അച്ഛൻ പറഞ്ഞു, അവള് പറഞ്ഞാൽ കേൾക്കില്ല, അവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അനുസരണ ഇത്തിരി കുറവാണെന്നൊക്കെ പറഞ്ഞോ. അപ്പോൾ പഴയ കാരണന്മാരുടെ ഓർമ്മയിലും ഇന്ന് അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള കുടുംബക്കാരൻ്റെ പ്രാർത്ഥനയിലും അമ്മ എന്തായാലും ഒന്ന് ഉഷാറായി. അപ്പോൾ നന്ദി പറയേണ്ടത് ആ പഴയ ആൾക്കാർക്കും ഈ പുതിയ ആൾക്കാർക്കും അല്ലേ? ഇപ്പം നോക്ക്, ഇപ്പം ഏതാണ്ടൊക്കെ ഒരു ഇത്ര സമയമായിട്ടുള്ളൂ, അതിനുള്ളിൽ അമ്മ വേർത്ത് കുളിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് പറയണത്. എല്ലാവരും പണികളൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ട് സുഖമായിട്ട് പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഈ പണിയൊക്കെ കഴിച്ച് മേക്കഴുകി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഇത്തിരി നേരം റെസ്റ്റ് എടുത്തോളൂ. കാരണം ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ നട്ടുച്ച നേരത്തെ എന്തായിരിക്കും അവസ്ഥ? ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അപ്പോൾ മാക്സിമം എല്ലാവരും റെസ്റ്റ് എടുക്കുക. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താ പറയാൻ പോണമ്മ? വീണ്ടും ഒരു താങ്ക്സ് പറയണം. ഇത്രയും പേര് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും.
താങ്ക്സ് പറയണ്ട, എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കുക. താങ്ക്സ് പറയാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദിയൊന്നും ഞാൻ പറയുന്നില്ല. താങ്ക്സ് അതൊന്നും പറയില്ല. എന്താ പറയുക, എൻ്റെ ആൾക്കാരോട് ഞാൻ നന്ദി പറയണം, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ